JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനോടൊപ്പം നീചത്തിലെ ബുധൻ കൂടി ചേർന്ന് നീചഭംഗ രാജയോഗം തരുന്ന ചില രാശിക്കാരെ കുറിച്ചാണ് ഈ വീഡിയോ. അതായത് ധനു രാശിക്കാരെ സംബന്ധിച്ചുള്ള ഫലമാണ് തരുന്നത്. ധനു ലഗ്നക്കാരും ധനു രാശിക്കാരും എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരും ധനു രാശിക്കാരാണ്. ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ മോശമായ സമയത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഈ ധനു രാശി. കഷ്ടതയും പ്രയാസവും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വീണ് കിട്ടിയ ഒരു നിധി പോലെ ഇവർക്ക് നീചഭംഗ രാജയോഗം വരും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗോചരഭാവത്തിൽ ഗുണം ചെയ്യുന്ന നിലയിൽ ശനി മാത്രമാണ് ഈ ധനു രാശിക്കാർക്കുള്ളത്. 3-ലെ ശനിയുടെ ഗുണം ജാതകത്തിൽ ശനി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടഭാവം എന്ന് പറയുമ്പോൾ 3, 6, 11 ഭാവങ്ങൾ, അതുപോലെ അത് ബലവാനുമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇഷ്ടഭാവത്തിലും ബലവാനുമായി ജാതകത്തിൽ ശനി നിൽക്കുന്നവർക്ക് 3-ലെ ശനിയുടെ സമയം ഒരുപാട് മെച്ചവും നല്ല ഗുണങ്ങളുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ജാതകത്തിൽ മോശമായിട്ട് നിൽക്കുന്ന അവരെ സംബന്ധിച്ച്, അതായത് ശനി ഇഷ്ടഭാവത്തിലും ബലവാനും ഒന്നുമല്ലാതെ മോശമായ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ 3-ലെ ശനിയുടെ കാലത്തും വലിയ മെച്ചമൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം 1 വർഷക്കാലം സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. ഈ ഉടനെ തന്നെ രാശി മാറുമ്പോൾ 1 വർഷക്കാലം കൊണ്ട് 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തിൽ ഈശ്വരാധീനം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാശിക്കാരാണ് ഈ ധനു രാശിക്കാർ. അങ്ങനെ പലവിധ പ്രശ്നങ്ങളും വിഷമതയും രോഗവും ശത്രുതയും വീട്ടിൽ സമാധാനമില്ലാത്ത സാഹചര്യം മൂലം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളും വിഷമങ്ങളും അനുഭവിക്കുമ്പോഴാണ് 4-ൽ മീനത്തിൽ ബുധൻ വരുന്നത്. ആ 4-ാം ഭാവത്തിലെ മീനത്തിലെ ബുധൻ എന്ന് പറയുന്നത് നീചരാശി ആയതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പഴയതുപോലുള്ള അടുപ്പമൊന്നും കാണിക്കത്തില്ല. വീട്ടിൽ സ്വൈര്യമില്ലാതെ വരുന്ന ചില സാഹചര്യം വരിക, മാതാവിനും അമ്മാവന്മാർക്കുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാവുക, പഠിക്കുന്നവർക്ക് പഠനത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലാതെ അവർക്ക് തോന്നിയതുപോലെ പോവുക, കൂട്ടുകെട്ടുകൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുക, സ്വഭാവത്തിൽ പ്രതീക്ഷിക്കാത്ത വളരെ മോശമായ ഒരു മാറ്റം വരിക, പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാവുക. ഇത്തരത്തിൽ ആകെ മോശമായ ഒരവസ്ഥയിൽ നിന്ന് നീചത്തിൽ നിൽക്കുന്ന ബുധൻ നീചഭംഗ രാജയോഗത്തിലേക്ക് വരികയാണ്. ഫെബ്രുവരി 27 മുതൽ മെയ് ആദ്യവാരം വരെ ബുധൻ നീചത്തിൽ തന്നെ സഞ്ചരിക്കും. മാർച്ച് ആദ്യ ആഴ്ചയോടുകൂടി ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും. മാർച്ച് പകുതി കഴിയുമ്പോൾ നീചത്തിന് ചെറിയ ഭംഗമൊക്കെ വന്ന് പിന്നീട് രാജയോഗത്തിൽ വരും. ഏപ്രിൽ അവസാനം മുതൽ വലിയ ഗുണമൊന്നും ചെയ്യില്ല. പൊതുവേ പറഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ മാസം മെച്ചമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ദിവസവും ഒന്നും മെച്ചമായിരിക്കത്തില്ല, അതുകൂടി പ്രത്യേകം പറയാം. സഞ്ചാരവും യോഗവും ചില പ്രത്യേക അവസരങ്ങളിൽ വളരെ മെച്ചപ്പെട്ടതും അതുപോലെ മോശമായതുമായ ഫലങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ഫലം പറയുമ്പോൾ അതിൻ്റെ ലക്ഷണവും ഗ്രഹങ്ങളുടെ സ്ഥിതിയും വ്യക്തമാക്കിയ ശേഷം ഫലം പറയണം എന്നാണ് ജ്യോതിഷ നിയമം. അല്ലാതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ രാജയോഗമൊന്നും കോടീശ്വരയോഗമൊന്നും ഒക്കെ പറഞ്ഞ് ജ്യോതിഷത്തിൻ്റെ പേരിൽ പറയുന്ന കാര്യങ്ങളൊന്നും അസ്ട്രോളജിയുമായിട്ട് ബന്ധമുള്ളതായിരിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. ഇനി ഇവിടെ ധനു രാശിക്കാർക്ക് 4-ലെ നീചനായ ബുധൻ എങ്ങനെയാണ് നീചഭംഗം ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. അതിൻ്റെ ലക്ഷണം ഇങ്ങനെയാണ്. നീചരാശിയുടെ അധിപനോ ആ രാശി ഉച്ചക്ഷേത്രമായി വരുന്ന ഗ്രഹമോ ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ കേന്ദ്രഭാവമായ 1, 4, 7, 10 ഭാവത്തിൽ വരണം. അതുപോലെ നീചരാശിയുടെ അധിപനായ ഗ്രഹത്തിൻ്റെ ഉച്ചരാശ്യാധിപനോ നീചരാശി ഉച്ചമായി വരുന്ന ഏതെങ്കിലും ഗ്രഹമോ ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ കേന്ദ്രഭാവമായ 1, 4, 7, 10 ഭാവത്തിൽ വരികയാണെങ്കിൽ അത് നീചഭംഗ രാജയോഗമായി കണക്കാക്കാം. ഇതാണ് ജ്യോതിഷം പറയുന്നത്. ഇത്രയും വിശദീകരിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ജ്യോതിഷം പഠിക്കുന്നവർക്കും അതിഷ്ടപ്പെടുന്നവർക്കും
മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ധനു രാശിക്കാരെ സംബന്ധിച്ച് ബുധൻ 4-ൽ മീനം രാശിയിലാണ് നിൽക്കുന്നത്. മീനം രാശിയുടെ അധിപൻ വ്യാഴമാണ്. ഇത് കേന്ദ്രഭാവത്തിലല്ല. നീചരാശി ഉച്ചരാശിയായി വരുന്ന, അതായത് മീനം ഉച്ചരാശിയായി വരുന്ന ഗ്രഹം ശുക്രനാണ്. ശുക്രൻ മീനത്തിൽ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4-ാം ഭാവം കേന്ദ്രഭാവമാണ്. ഇവിടെ ശുക്രനാണ് നീചഭംഗ രാജയോഗം ധനു രാശിക്കാർക്ക് നൽകുന്നത് എന്നതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. നീചരാശിയായ മീനത്തിൻ്റെ അധിപൻ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകം ആയിട്ട് വരും. അതിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ചുരുക്കി പറഞ്ഞാൽ ജാതകത്തിൽ വ്യാഴം, ശുക്രൻ, ചന്ദ്രൻ, ബുധൻ എന്നിവർ ബലവാന്മാരായി നിൽക്കുന്നവർക്കും ഈ പറഞ്ഞ ഗ്രഹം, അതായത് വ്യാഴം, ബുധന്, ശുക്രന്, ചന്ദ്രന് എന്നിവരുടെ ദശാകാലമോ അപഹാരകാലമോ ഉള്ളവർക്കും ഈ നീചഭംഗ രാജയോഗം വളരെ ഗുണം ചെയ്യും. ഈ പറഞ്ഞ ഗ്രഹങ്ങൾ ബലവാന്മാരല്ലാതെ മോശമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഈ സമയത്ത് ചെറിയ ഗുണമൊക്കെ ഉണ്ടാകും. അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ബന്ധുക്കളുമായി അകന്നു കഴിഞ്ഞിരുന്നവർ അടുപ്പം കാണിക്കും. 4-ാം ഭാവമാണ് ശുക്രൻ. അപ്പോൾ വീട് പണി ആഗ്രഹിച്ച് തുടങ്ങാനിരുന്നവർക്ക് പല കാരണങ്ങളാലും മാറ്റിവെക്കേണ്ടി വരികയോ തടസ്സമുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി വീട് പണി തുടങ്ങാൻ അവർക്കൊരവസരമുണ്ടാകും. അതുപോലെ വീട് മൂടി പിടിപ്പിക്കാനും കൂടുതൽ സൗകര്യം ഉണ്ടാക്കാനും വിചാരിച്ചവർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യം സാധിക്കും. 11-ാം ഭാവാധിപത്യം ശുക്രൻ ഉള്ളതുകൊണ്ട് സ്ത്രീലാഭം, വസ്ത്രലാഭം, ആഡംബര ജീവിതം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും. വിദ്യാഭ്യാസം ചെയ്യാൻ തുടങ്ങി പല കാരണങ്ങളാലും അത് തടസ്സപ്പെട്ടു പോയവർക്കും, അതായത് മുടങ്ങിപ്പോയവർക്ക് അതിനൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം വരും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യം വരും. അമ്മ, അമ്മാവൻ, ബന്ധുക്കൾ മുതലായവരുമായിട്ടുണ്ടായിരുന്ന വിഷമതകൾ, ഒരുപക്ഷെ എന്തെങ്കിലും മാനസിക പ്രശ്നമാകാം, അല്ലെങ്കിൽ ചെറിയ ശത്രുതയാകാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാകാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ ഒന്ന് മാറി വരും. ഏതെങ്കിലും വിധത്തിൽ ആരോഗ്യ സംബന്ധമായി മോശം സാഹചര്യം ഉണ്ടായിരുന്നവർക്ക് ആരോഗ്യം തിരികെ കിട്ടും. വീട്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ഉന്നതരായ വ്യക്തികൾ അവിടെ എത്താനുമുള്ള സാഹചര്യം വരും. വീട്ടിലെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് മെച്ചപ്പെട്ട വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാനും അത് കൂടുതൽ ആഡംബരമാക്കാനും ശ്രമിക്കും. ഭൂമി സംബന്ധമായി പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നവർക്ക് അതെല്ലാം മാറിക്കിട്ടും. ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സാധിക്കുന്ന ഒരു അവസരം ഉണ്ടാകും. വീട്ടിൽ പൊതുവെ ഉണ്ടായിരുന്ന ഒരു വല്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വരും. കൂടുതൽ സന്തോഷം തോന്നുന്ന വിധത്തിലുള്ള സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. വാഹന സംബന്ധമായി ഉണ്ടായിരുന്ന ചില പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. അതുപോലെ MACT പോലുള്ള കേസുകളൊക്കെ നിലവിലുണ്ടായിരുന്നവർക്ക് നല്ല കോമ്പൻസേഷനൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമൊക്കെ വരും. അതുപോലെ അപ്രതീക്ഷിതമായി വലിയ അപകടമൊക്കെ ഉണ്ടാകാൻ ഉള്ള സാഹചര്യം നിമിഷ നേരം കൊണ്ട് അതൊക്കെ മാറ്റി ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥയും വരാം. പഴയ വാഹനം പുതുക്കി വാങ്ങാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും. പൊതുവെ പറഞ്ഞാൽ സമ്പത്ത്, വസ്ത്രം, ആഭരണം, വാഹനം, പദവി, ഉദ്യോഗം, കലാപരമായ കഴിവുകളിലെ ഉയർച്ച എന്നിവയെല്ലാം ഉണ്ടാകുന്ന ഒരവസ്ഥയെ നൽകുന്നതാണ് ഈ നീചഭംഗ രാജയോഗം. മാതാവുമായി ഏതെങ്കിലും കാര്യത്തിൽ പിണക്കം ഉണ്ടായിരുന്നവർക്ക് മാതാവിൻ്റെ സ്നേഹവാത്സല്യവും അതുപോലെ അമ്മയുടെ വക സ്വത്തുക്കളും ലഭിക്കാനുള്ള അവസരം കൂടി വരും. ആഗമന സ്ഥാനത്തിൻ്റെ അധിപൻ ശുക്രനായതുകൊണ്ട് പല വിധത്തിൽ പലതും വന്നു ചേരുന്ന സമയമാണ്. ഇത് സാമ്പത്തികമാകാം, ഉദ്യോഗമാകാം, വീടാകാം, വാഹനമാകാം, സ്ത്രീലാഭമാകാം, അങ്ങനെ പലതുമാകാം. പൊതുവെ പറയുമ്പോൾ ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടതയും അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ച് ദിവസമാണെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വരാനുള്ള സാഹചര്യത്തെയാണ് ഈ നീചഭംഗ രാജയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നീചഭംഗ രാജയോഗം എന്ന് പറയുമ്പോൾ ആദ്യം കഷ്ടപ്പാട് തന്നെയാണ് അവരുടെ അനുഭവത്തിൽ വരിക. അതാണ് നീചം. പിന്നീട് അതിന് ഭംഗം വരുന്നു.
എന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റം വരുന്നു, അല്ലെങ്കിൽ ആ നീചമായ അല്ലെങ്കിൽ മോശമായ അനുഭവം ഒന്ന് മാറി വരുന്നു. പിന്നീട് അത് കുറച്ചുകൂടി മെച്ചപ്പെടുന്നു. അങ്ങനെ മെച്ചപ്പെട്ട് ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് എത്തുന്ന ഒരു യോഗമാണ് നീചഭംഗ രാജയോഗം എന്ന് പറയുന്ന ആ വാക്കിലും അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.